നമ്മളെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു സാലിഹായ മഖബൂലായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ വക മാതാപിതാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ ആൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ നരകത്തിന്റെ ആളുകൾക്കും ഉണ്ടാവും. സ്വർഗത്തിന്റെ ആളുകൾക്കിൽപ്പെട്ട 4 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഫവജ്ഹുൻ മലീഹുൻ, അവർക്കുള്ളതായ മുഖം നല്ല പ്രസന്നമായ മുഖമായിരിക്കും. അതുപോലെ തന്നെ വലിസാനും ഫസീഹുൻ, അവർക്കുള്ള നാവ് നല്ല സംസാരങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ അവരുടെ നാവ് കൊണ്ട് അവർ ഒരിവിടുകയുള്ളൂ. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വയദുൻ സഖിയ്യുൻ, അവർക്കുള്ള കരങ്ങൾ എപ്പോഴും സദഖയും ദാനധർമ്മവും ഉള്ള കരങ്ങളായിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് അവരുടെ നാവിൽ നിന്ന് വരികയുള്ളൂ. നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ പ്രവർത്തിക്കുകയുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. അങ്ങനെ ചെയ്യാത്തവൻ ഫലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചു, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ, വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ഫലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല. എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കാണാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കാലത്ത് ഒരു വിവാഹം നടന്നു. ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളവർക്കും ബഹുമാനപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ജാതിയോ മതമോ ഒന്നുമില്ല. ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ദഹള കൂടുന്ന, കച്ചറ കൂടുന്ന, വഴക്കടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെല്ലാം മാറ്റി നിർത്തി കഴിയുന്ന സഹായ സഹകരണങ്ങളെല്ലാം, ഇതേപോലത്തെ സാന്ത്വന പ്രവർത്തനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളും അവിടുത്തെ പിതാവും ബഹുമാനപ്പെട്ടവരുടെ കുടുംബങ്ങളും ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും ബഹുമാനപ്പെട്ടവർക്കും അവിടുത്തെ പിതാവിനും മറ്റ് കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടലിനെ അല്ലാഹു കബൂലാക്കട്ടെ. സഹകരിച്ച എല്ലാവർക്കും കയ്യും കണക്കില്ലാത്ത പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.